നോട്ട് പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ സമര പരിപാടികൾ ചർച്ച ചെയ്യാൻ 27-ന് പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. മോദിക്കെതിരായ അഴിമതി ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പാർലമെന്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. വിശദാംശങ്ങളുമായി മനു ശങ്കരൻ ദില്ലിയിൽ നിന്നും ചേരുന്നു. മനു, ശക്തമായൊരു പ്രതിഷേധം തന്നെ ഇക്കാര്യത്തിൽ അഴിമതി വിഷയത്തിലൊപ്പം നോട്ട് കറൻസി വിഷയത്തിലൊക്കെ തന്നെ ഉടലെടുക്കാൻ പോവുകയാണോ? പ്രതിപക്ഷ പാർട്ടികൾ ആരൊക്കെ ചേർന്നാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്? ഈ മാസം 30 നോട്ട് പ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകുമെന്നും ഈ നോട്ട് നിയന്ത്രണത്തിൽ ഈ ബാങ്കുകൾ ഇപ്പോൾ ഏർപ്പാടാക്കിയിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നത്. കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ SBI തന്നെ ഇതൊന്നും പ്രായോഗികമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ആവശ്യത്തിന് നോട്ടുകൾ ഇതുവരെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ ബാങ്കുകളിൽ പോലും എത്താത്ത സാഹചര്യമാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ 30-നകം നോട്ട് പ്രതിസന്ധി പരിഹരിക്കപ്പെടും ഉറപ്പ് നൽകാനാകില്ല. 2 മാസം കൂടി കുറഞ്ഞത് എന്തായാലും ഈ ഒരു നോട്ട് നിയന്ത്രണം തുടരേണ്ടി വരുമെന്നും SBI വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ സമര പരിപാടികൾ ശക്തമാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ചൊവ്വാഴ്ച പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ദില്ലിയിൽ യോഗം ചേരുന്നുണ്ട്. ഈ 30-ന് ശേഷം സമര പരിപാടികൾ സർക്കാരിനെതിരെ എങ്ങനെ കൊണ്ടുപോകണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ചർച്ചയിൽ ഉയരുക. ഇതോടൊപ്പം ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സഹാറ ബിർള ഗ്രൂപ്പിൽ നിന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കോഴ കൈപ്പറ്റി എന്നത് സംബന്ധിച്ചുള്ള ആരോപണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു പൊതുയോഗത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ ഒരു ആരോപണത്തിന്മേൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് ഇന്ന് ദേശീയ തലത്തിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് പാർലമെന്റ് മാർച്ച് രാവിലെ 11:30 കോൺഗ്രസ് നടത്തും. വിവിധ ദേശീയ തലത്തിലെ കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളും ഈ മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് അറിയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇതോടൊപ്പമാണ് ഈ 30-നകവും പ്രതിസന്ധി തീരാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഡിസംബർ 30-ന് ശേഷം സമരപരിപാടികൾ ഏത് രീതിയിലാകണം എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഈ മാസം 27-ന് പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി യോഗം ചേരുന്നത്. പ്രജീഷ്, മനുവാണ് വിശദാംശങ്ങൾ ദില്ലിയിൽ നൽകിയത്. ഗൾഫ് നാടുകളിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ജോലി നഷ്ടപ്പെടുന്നവർക്ക് ആശ്വാസ പദ്ധതികൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി നഷ്ടപ്പെടുന്നവർക്ക് ബദൽ ജോലി കണ്ടെത്തുന്നതുവരെ 6 മാസത്തെ ശമ്പളം നൽകുമെന്നും പ്രവാസികൾക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ ജോബ് പോർട്ടൽ ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ മലയാളി സമൂഹം ഒരുക്കിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് നാടുകളിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ സഹായങ്ങൾ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി നഷ്ടപ്പെടുന്നവർക്ക് മറ്റൊരു ജോലി കിട്ടുന്നതുവരെ സാമ്പത്തിക സഹായം നൽകുമെന്നും പറഞ്ഞു. ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ, തൊഴിൽ നഷ്ടപ്പെട്ട് ബദൽ തൊഴിൽ കിട്ടുന്നതുവരെ താൽക്കാലിക സഹായം എന്ന നിലയിൽ 6 മാസത്തെ ശമ്പളം തൊഴിൽ നഷ്ട സുരക്ഷ എന്ന നിലക്ക് നൽകാൻ ശ്രമിക്കും. ജോലി കിട്ടും വരേക്കുള്ള അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ നേരിടാനാണ് ഇത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇതര ആനുകൂല്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഗൾഫിൽ ജോലി ചെയ്ത ഓരോ വർഷത്തിനും ഓരോ മാസത്തെ ശമ്പളം എന്ന രീതിയിൽ നൽകാനാകുമോ എന്ന് പരിശ്രമിക്കും. ഗൾഫ് നാടുകളിൽ മരണപ്പെടുന്ന നിർധനരുടെ മൃതദേഹങ്ങൾ സർക്കാർ ചെലവിൽ നാട്ടിലെത്തിക്കും. ഉദ്യോഗാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജയിലുകളിൽ കഴിയുന്ന മലയാളികൾക്ക് നിയമസഹായം നൽകാൻ അഭിഭാഷക പാനൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. ദുബായ് ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ യോഗം UAE ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരി ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക, സാമൂഹിക, വാണിജ്യ മേഖലകളിലെ നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ടി ജമാലുദ്ദീൻ, ദുബായ്. ആവേശകരമായ സ്വീകരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് UAE മലയാളി സമൂഹം നൽകിയത്. ദുബായിലെ ആംഫി തിയേറ്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. മുദ്രാവാക്യം വിളിച്ചാണ് ജനങ്ങൾ പിണറായി വിജയനെ സ്വീകരണ വേദിയിലേക്ക് ആനയിച്ചത്. പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. UAE മലയാളി സമൂഹത്തിന്റെ നേതൃത്വത്തിലാണ് ദുബായ് ആംഫി തിയേറ്ററിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വീകരണമൊരുക്കിയത്. ആംഫി തിയേറ്ററിലേക്ക് പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ UAE വിവിധ എമിറേറ്റുകളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എത്തിയ ആയിരങ്ങൾ അഭിവാദ്യങ്ങളോടെ എതിരേറ്റു.
പ്രവാസി മലയാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആഴത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസികൾക്കായി നിരവധി ആശ്വാസ പദ്ധതികളും പ്രഖ്യാപിച്ചു. ഒട്ടേറെ വിഷമം അനുഭവിക്കുന്ന പ്രവാസി സഹോദരങ്ങളാണ് ഇവിടെയുള്ളത്. ഇത്തരം ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സഹോദരങ്ങൾ എന്ന നിലക്ക് നമ്മുടെ നാടിന്റെ ബാധ്യതയായി തന്നെയാണ് സർക്കാർ കാണുന്നത്. അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുക തന്നെ ചെയ്യും. UAE സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ളവരുടെയും വാണിജ്യ പ്രമുഖരുടെയും സാന്നിധ്യം സ്വീകരണ യോഗത്തിലുണ്ടായിരുന്നു. ഗൾഫ് നാടുകളിൽ കഷ്ടത അനുഭവിക്കുന്ന പ്രവാസി മലയാളികളെ സഹായിക്കാൻ എല്ലാവരും ഒരുമയോടെ മുന്നോട്ട് വരണമെന്ന ആഹ്വാനത്തോടെയാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രവാസികൾക്ക് താങ്ങും തണലുമായി എന്നും കൂടെയുണ്ടെന്ന സന്ദേശവും മുഖ്യമന്ത്രി നൽകി. ദുബായിൽ നിന്ന് ടി ജമാലുദ്ദീൻ. 2021 സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുബായ് സർക്കാർ കേരളത്തിൽ ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ പ്രവാസി കാര്യ വകുപ്പ് നിർത്തലാക്കിയ സാഹചര്യത്തിൽ നോർക്കയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് നമുക്ക് പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നോർക്ക റൂൾസിന്റെ അടക്കം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ എങ്ങനെ സാധിക്കും? ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റ് പല പരിമിതികളുണ്ട്. എന്നാൽ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, അതും സംസ്ഥാന സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക നിലയവും ഫാമിലി സെന്ററും ആരംഭിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. സ്മാർട്ട് സിറ്റി പദ്ധതി 2021 പൂർത്തിയാക്കും. ദുബായ് സർക്കാർ ടൂറിസം, ആയുർവേദം എന്നീ മേഖലകളിൽ കേരളത്തിൽ നിക്ഷേപം നടത്തും. പ്രവാസി മലയാളികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. പീപ്പിൾ TV, ഗൾഫ് ബ്യൂറോ. പ്രവാസ ലോകത്തെ വാണിജ്യ വ്യവസായ രംഗത്തെ പ്രതിഭകൾക്കായി കൈരളി TV ഏർപ്പെടുത്തിയ അവാർഡുകൾ സമ്മാനിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടിയുടെ സാന്നിധ്യത്തിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ദുബായ് സ്റ്റേഗൻബർഗർ ഹോട്ടലിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് കൈരളി TV NRI ബിസിനസ് ഓൺട്രപ്രണർ അവാർഡുകൾ സമ്മാനിച്ചത്. വാണിജ്യ വ്യവസായ രംഗത്തെ മികവിന് ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ MA അഷ്റഫിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗോൾഡൻ അച്ചീവ്മെന്റ് അവാർഡ് നൽകി. സ്പെഷ്യൽ അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായ യൂണിവേഴ്സൽ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ഷബീർ നല്ലിക്കോടും മുഖ്യമന്ത്രിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങി. ജോയ് ആൽക്കാസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോൺ പോൾ ആൽക്കാസ്, ഖത്തറിലെ ബഹസാദ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ JK മേനോൻ, ഫാത്തിമ ഗ്രൂപ്പ് CEO സമീർ സുലൈമാൻ എന്നിവരാണ് യങ് ഓൺട്രപ്രണർ അവാർഡുകൾ നേടിയത്. ബിസിനസ് എക്സലൻസ് അവാർഡുകൾക്ക് അർഹരായ സൗദിയിലെ വേൾഡ് സ്ക്വയർ ഫുഡ്സ് ആൻഡ് ബിവറേജസിന്റെ സാരഥികൾ മുബീർ ഖാലിദ്, ഷഹീർ മക്സൂദ്, ദോഹ സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് പി ഹമീദ്, ദോഹ SVP ചാർട്ടേഡ് അക്കൗണ്ട്സ് മാനേജിംഗ് പാർട്ണർ ഷജീവ് അലിയാഖത്ത്, UAE അൽനാസർ ഗ്രൂപ്പ് CEO വർഗീസ് പനക്കൽ എന്നിവരും അവാർഡുകൾ ഏറ്റുവാങ്ങി. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി അവാർഡ് ദാന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലയാളം കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് ആമുഖ പ്രഭാഷണം നടത്തി. അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ രവി പിള്ള, അംഗങ്ങളായ സുധീർ കുമാർ ഷെട്ടി, ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നളിനി നെറ്റോ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ VK അഷ്റഫ്, കൈരളി TV മിഡിൽ ഈസ്റ്റ് ന്യൂസ് ആൻഡ് പ്രോഗ്രാംസ് ഡയറക്ടർ EM അഷ്റഫ്, മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിംഗ് ജനറൽ മാനേജർ S രമേശ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. UAPA കാപ്പ നിയമങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി. പോലീസ് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ അല്ലെന്ന വിമർശനങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. പോലീസ് സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലെന്ന വിമർശനത്തെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി പോലീസിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ പരിശോധിക്കുമെന്ന് പറഞ്ഞു. പോലീസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സാധാരണഗതിയിൽ ഉയരുന്ന പ്രശ്നങ്ങൾ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. അത് ആരുന്നയിച്ചാലും പരിശോധിക്കും. അത് നിങ്ങൾ ഉന്നയിച്ചാലും പരിശോധിക്കൂ, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഉന്നയിച്ചാലും പരിശോധിക്കും. അഴിമതിക്കെതിരെ യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ല. കാപ്പയും UAPAയും രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഉപയോഗിക്കരുത്. ഞങ്ങള് ജനാധിപത്യ അവകാശങ്ങൾ ഒരു തരത്തിലും നിഷേധിക്കാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായത്തിൽ നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ
രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കാപ്പ ഉപയോഗിക്കുക, അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. UAPAയോട് നേരത്തെ തന്നെ വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ചില തീവ്രവാദ കേസുകൾ വരുമ്പോൾ ആ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ UAPA വരുന്നുണ്ട്. പീപ്പിൾ TV ഗൾഫ് ബ്യൂറോ. അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി MM മണിയുടെ വിടുതൽ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഇടുക്കി ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രനെ കേസിൽ പ്രതി ചേർക്കണമെന്ന പ്രോസിക്യൂഷന്റെ ഹർജിയിലും കോടതി ഇന്ന് വിധി പറയും. അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി MM മണിയുടെ വിടുതൽ ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, എപ്പോഴായിരിക്കും കേസിൽ വിധിയുണ്ടാവുക? പ്രജീഷ്, അഞ്ചേരി ബേബി വധക്കേസിൽ രണ്ടാം പ്രതിയായ MM മണി സമർപ്പിച്ച വിടുതൽ ഹർജിയിലാണ് കോടതി അല്പസമയത്തിനുള്ളിൽ വിധി പറയുക. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത് സംബന്ധിച്ച കേസിൽ വിധി പറയുന്നത്. കേസിൽ CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറിയെ ഉൾപ്പെടുത്തണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യത്തിന്മേലും ഇന്ന് വിധി ഉണ്ടാകും. കോടതി നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവായ അഞ്ചേരി ബേബിയെ MM മണി ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തിയെന്നതാണ് കേസ്. എന്നാൽ കേസ് നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി മണിയും മറ്റു 2 പ്രതികളായ മന്മഥൻ, പാമ്പുപാറ കുട്ടൻ എന്നിവർ സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് കോടതി വിധി പറയുന്നതിനായി പരിഗണിക്കുന്നത്. 1982 അഞ്ചേരി ബേബി കൊല്ലപ്പെട്ടു. അന്ന് 9 പേർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിലും 1988 സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് 2012 മണക്കാടിൽ നടത്തിയ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും വിടുതൽ ആവശ്യവുമായിട്ടുള്ള കേസിലാണ് ഇപ്പോൾ വിധി പറയാൻ കോടതി വെച്ചിരിക്കുന്നത്. സാധാ നിയമവിദഗ്ധരൊക്കെ നൽകുന്ന സൂചനകൾ എങ്ങനെയാണ്? സുപ്രീം കോടതി വരെ എത്തിയ കേസിൽ വാദം, അതായത് കൊലപാതക ഗൂഢാലോചന നിലനിൽക്കില്ല എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ പ്രധാന ഇത്. എന്നാൽ കേസ് നിലനിൽക്കുമെന്ന് ഉള്ളത് തന്നെയാണ്. ഗൂഢാലോചന കേസ് മുൻപുണ്ടായിരുന്നില്ല, അതുകൊണ്ട് പുതിയ കേസായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ കേസ് നിലനിൽക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. എന്തായാലും വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവ് അഞ്ചേരി ബേബി വധക്കേസിൽ മണിയുടെ വിടുതൽ ഹർജി തള്ളി എന്ന ഏറ്റവും പുതിയ വിശദാംശമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും ലഭിക്കുന്നത്. UAPA രാജ്യദ്രോഹ കുറ്റം, NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ FIR തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി തേടിയിരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. UAPA രാജ്യദ്രോഹ കുറ്റകൃത്യങ്ങളിൽ വകുപ്പുകൾ ചുമത്തുന്നതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവ ചുമത്താവൂ എന്നും DGP പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. അറസ്റ്റുകളിൽ പാലിക്കേണ്ട സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും DGP നിർദ്ദേശം നൽകി. കേസുകൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും FIR തയ്യാറാക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടവും ഉറപ്പുവരുത്തണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശം നൽകിയത്. മനുഷ്യാവകാശ പ്രവർത്തകർക്കെതിരെ ഉൾപ്പെടെ ഈയിടെ രജിസ്റ്റർ ചെയ്ത ചില കേസുകളും FIRകളും പരിശോധിച്ചപ്പോൾ സെഷനുകൾ ചുമത്തുന്നതിലും മറ്റും വേണ്ടത്ര അവധാനത പുലർത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം. കേസുകളുമായി ബന്ധപ്പെട്ട അറസ്റ്റ് നടത്തുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച വിവിധ സർക്കുലറുകൾ നിലവിലുണ്ട്. ഇതും സുപ്രീം കോടതി നിർദ്ദേശവും പാലിച്ച് ആകണം അറസ്റ്റുകൾ നടത്തേണ്ടത്. ഇക്കാര്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശരിയായ മേൽനോട്ടം ഉണ്ടാകണമെന്നും DGP നിർദ്ദേശിക്കുന്നു. മനുഷ്യക്കടത്ത് കേസുകൾ പോലെ ചില പ്രത്യേക ഉദ്യോഗസ്ഥർക്ക് വിജ്ഞാപനപ്രകാരം അന്വേഷണ ചുമതല നൽകുന്ന കേസുകളിൽ പ്രസ്തുത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാകണം സെഷനുകളും വകുപ്പുകളും നിശ്ചയിക്കേണ്ടത്. UAPA രാജ്യദ്രോഹം, NIA ആക്ട് പ്രകാരമുള്ള ഷെഡ്യൂൾഡ് കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ FIR തയ്യാറാക്കുന്നതിന് മുൻപ് ജില്ലാ പോലീസ് മേധാവിയുടെ അനുമതി തേടിയിരിക്കണം. ഇത്തരം വകുപ്പുകൾ ചുമത്തുന്നതിന് ആവശ്യമായ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ ചുമത്താവൂ എന്നും DGPയുടെ ഉത്തരവിൽ വ്യക്തമാക്കുകയാണ്. UAPA രാജ്യദ്രോഹ കുറ്റം തുടങ്ങിയ വകുപ്പുകളിൽ DYSP SP തല ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ അവബോധം നൽകുന്നതിനുള്ള നടപടികൾ റേഞ്ച് IGമാർ കൈക്കൊള്ളണം. ഇതിനായി സംസ്ഥാന തലത്തിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി അറിയിച്ചു. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കരുണാകരന്റെ അനുയായെ ജീവിക്കണമെന്ന് പ്രതാപവർമ്മ തമ്പാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എ ഗ്രൂപ്പിന്റെ അവഗണനയ്ക്കും ഭ്രഷ്ടിനും എതിരെയാണ് തമ്പാന്റെ പ്രതിഷേധം. മുമ്പൊരിക്കലും ലീഡർ കെ കരുണാകരനെ അംഗീകരിച്ചിട്ടില്ലാത്ത പ്രതാപവർമ്മ തമ്പാൻ ലീഡറുടെ അനുസ്മരണ ദിനത്തിൽ വീണ്ടും വിചാരത്തിന് തയ്യാറായത് എ ഗ്രൂപ്പുകളെ ഒരുപോലെ ആക്രമിക്കാനാണെന്ന് വ്യക്തം. ഏത് സാഹചര്യത്തിലും അണികളെയോ ഒപ്പം നിൽക്കുന്നവരെയോ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്ന ലീഡറുടെ ഉറച്ച നിലപാട് വൈകിയാണെങ്കിലും താൻ അംഗീകരിക്കുന്നുവെന്ന് തുറന്നു സമ്മതിക്കുന്നു. എ ഗ്രൂപ്പ് നേതൃത്വം ഇത് കണ്ടു പഠിക്കണമെന്നും തമ്പാൻ പറയാതെ പറയുകയാണ്. ഒപ്പം നിന്നവർ പോലും പ്രതിസന്ധി ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞ നന്ദികെട്ട ഐ ഗ്രൂപ്പിലെ പ്രമാണിമാരെയും തമ്പാൻ ഒറ്റവരിയിലൂടെ വിമർശിക്കുന്നു. കണ്ണടയ്ക്കുമ്പോൾ സ്വന്തം മകന് 3 രൂപ മെമ്പർഷിപ്പ് വാങ്ങി നൽകാൻ കഴിയാതെ പോയ കോൺഗ്രസ് ലീഡറുടെ രാഷ്ട്രീയ ചരിത്രം ഈ അനുസ്മരണ ദിനത്തിൽ എല്ലാവരെയും ഒരുപക്ഷെ ഓർമ്മപ്പെടുത്താനും കൂടി ലക്ഷ്യമിട്ടായിരിക്കാം ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ കരുണാകരന്റെ അനുയായിയായി ജീവിക്കണമെന്ന് പ്രതാപവർമ്മ തമ്പാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കിയിട്ട് 3 പതിറ്റാണ്ട് പൂർത്തിയാകുമ്പോഴും ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ലെന്ന് വിവരാവകാശ രേഖകൾ. 3 മാസത്തിനകം തീർപ്പ് കൽപ്പിക്കണമെന്നിരിക്കെ നിരവധി പരാതികളാണ് വർഷങ്ങളായി തീർപ്പാകാതെ കെട്ടിക്കിടക്കുന്നത്. ഉപഭോക്താവിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 ഇന്ത്യയിൽ ഉപഭോക്തൃ നിയമം നടപ്പിലാക്കി തുടങ്ങിയത്. രാജ്യം ഇന്ന് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുമ്പോൾ ഇതുവരെയുള്ള ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നാണ് വിവരാവകാശ രേഖകൾ തെളിയിക്കുന്നത്. ദേശീയ സംസ്ഥാന കമ്മീഷനുകളിലും ജില്ലാ ഫോറങ്ങളിലുമായി 45,66,475 പരാതികൾ ലഭിച്ചതിൽ 4,385 ഇപ്പോഴും തീർപ്പ് കാത്തു കിടക്കുന്നുണ്ട്. പരാതികളിൽ 90 ദിവസത്തിനകം നടപടി സ്വീകരിക്കണമെന്നിരിക്കെ ഈ പരാതികളിൽ മിക്കതും വർഷങ്ങളായി കെട്ടിക്കിടക്കുന്നവയാണ്. അഡ്വക്കേറ്റ് DB ബിനു. ഉപഭോക്തൃ ഫോറങ്ങൾ ജനങ്ങളുടെ കോടതികളാണ്. അത് സമയബന്ധിതമായി തീർപ്പാക്കിയാൽ മാത്രമേ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമാകൂ, ആ നിയമത്തിൻ്റെ ലക്ഷ്യം സാർത്ഥകമാകൂ. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നീതിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉപഭോക്തൃ കോടതികളുടെ മുമ്പിൽ കാണാൻ കഴിയും. ഈ അവസ്ഥയാണ് ഉപഭോക്താക്കളെ കോടതികളിൽ നിന്നും ഒഴിവാക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അകറ്റുന്നതിൻ്റെ പ്രധാനമായ കാരണം. മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഉപഭോക്തൃ ഫോറങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതാണ്. സംസ്ഥാന കമ്മീഷനിൽ 28,948 പരാതികൾ ലഭിച്ചതിൽ 2,222 ഇനി തീർപ്പ് കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അഞ്ചേരി ബേബി വധക്കേസിൽ മന്ത്രി MM മണിയുടെ വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ. പ്രജേഷ്, വൈദ്യുതി മന്ത്രി MM മണി 2ാം പ്രതിയായ അഞ്ചേരി വധക്കേസിലെ നിർണായകമായ കോടതി വിധി വന്നിരിക്കുന്നു. അഞ്ചേരി വധക്കേസിൽ ബന്ധപ്പെട്ട MM ഹർജിയുടെ വിടുതൽ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. ഒപ്പം തന്നെ മണിക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപണം ഉന്നയിച്ച 2 വ്യക്തികളെ കോടതി പ്രതി ചേർക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. CPIM ജില്ലാ സെക്രട്ടറി AK ജയേന്ദ്രൻ, CIQ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന AK ദാമോദരൻ എന്നിവരെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യമാണ് കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ കോടതി വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. 1982 അഞ്ചേരി ബേബിയെ ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കേസ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുകയും 1988 സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. എന്നാൽ 2012 മണക്കാടിൽ MM നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്നാണ് 2ാമത്തെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തത്. ആദ്യ കേസിൽ പ്രതികളായിരുന്നവരെ കോടതി വെറുതെ വിട്ട സാഹചര്യത്തിൽ 2ാമത്തെ കേസ് നിലനിൽക്കില്ല എന്നുള്ള വാദം ഉന്നയിച്ചായിരുന്നു MM മണി വിടുതൽ ഹർജിക്ക് കോടതിയെ സമീപിച്ചത്. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്ന CPM ജില്ലാ സെക്രട്ടറി KK ജയേന്ദ്രൻ, CIQ മുൻ ജില്ലാ സെക്രട്ടറിയും കൂടിയായ AK ദാമോദരൻ എന്നിവരെ കൂടി ഇപ്പോൾ പുതുതായി പ്രതിപ്പട്ടികയിൽ കോടതിയുടെ വിധി പ്രകാരം വന്നിരിക്കുന്നു. വളരെ നിർണായകമായ കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രജീഷ്, ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിലേക്ക്, ആ വാർത്തയിലേക്ക് തന്നെ പോകുന്നു. ലെസ്ലി, മറ്റ് എന്തൊക്കെയാണ്? കാരണം ഇക്കാര്യത്തിൽ വാർത്തയിലേക്ക് ഉടൻ മടങ്ങിയെത്താം. ഇടവേളയ്ക്ക് ശേഷം MM മണിയുടെ വിടുതൽ ഹർജി തള്ളിയിരിക്കുന്നു കോടതി.
അഞ്ചേരി ബേബി വധക്കേസിൽ വിശദാംശങ്ങളുമായി ലെസ്ലി ചേരുന്നു. ലെസ്ലി, ഇക്കാര്യത്തിൽ കോടതിയുടെ നിരീക്ഷണം എങ്ങനെ? ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രനെ കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിശദാംശങ്ങൾ. പ്രജേഷ്, ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് ഇപ്പോൾ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അഞ്ചേരി ബേബി വധക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ വൈദ്യുതി മന്ത്രി എം മണിയെ രണ്ടാം പ്രതിയായി തന്നെ കേസിൽ നിലനിർത്തിയുള്ള വിധിയാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. എം മണി സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി തള്ളിയിരിക്കുന്നു. മണിക്കൊപ്പം ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആരോപിച്ച CPIM ജില്ലാ സെക്രട്ടറി AK ജയേന്ദ്രൻ, CITU മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന AK ദാമോദരൻ എന്നിവരെയും കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നു. തൊടുപുഴ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് നിർണായകമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 1982 അഞ്ചേരി ബേബി കൊല്ലപ്പെടുന്നത്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് 9 പേർക്കെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോടതിയിൽ നടന്ന കേസിൽ 1988 സെഷൻസ് കോടതി പ്രതികളെ വെറുതെ വിട്ട് ഉത്തരവാകുകയും ചെയ്തിരുന്നു. എന്നാൽ 2012 മണക്കാട്ടിൽ എം മണി നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്നാണ് ഇപ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് വീണ്ടും പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. ഗൂഢാലോചന നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ അഞ്ചേരി ബേബിയെ മണി ഉൾപ്പെടെയുള്ളവർ കൊലപ്പെടുത്തിയത് എന്നാണ് കേസ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന വാദം ചൂണ്ടിക്കാട്ടിയായിരുന്നു മണിയും മറ്റു 2 പ്രതികളായ മന്മഥനും പാമ്പുപാറ കുട്ടനും സമർപ്പിച്ച ഹർജിയാണ് ഇപ്പോൾ കോടതി നിർണായകമായ വിധി പറഞ്ഞിരിക്കുന്നത്. അതോടുകൂടി മന്ത്രിയായ എം മണി കേസിലെ രണ്ടാം പ്രതിയായി മാറുകയും ചെയ്തിരിക്കുന്നു. കൂട്ടുപ്രതികളായി CPIM ജില്ലാ സെക്രട്ടറിയും ഒപ്പം തന്നെ CITU മുൻ ജില്ലാ സെക്രട്ടറിയും കേസിൽ പ്രതിപട്ടികയിൽ എത്തുകയും ചെയ്തിരിക്കുന്നു. പ്രജീഷ്. ലെസ്ലി, അതായത് പ്രോസിക്യൂഷൻ എന്തൊക്കെ കാര്യങ്ങൾ വാദങ്ങളാണ് കോടതിയിൽ ഊന്നിപ്പറഞ്ഞത്? ഒന്ന്, KK ജയചന്ദ്രന്റെ കൂടി പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തേണ്ട സാഹചര്യങ്ങൾ സംബന്ധിച്ചൊക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ നിരത്തിയ കാരണങ്ങൾ. പ്രജേഷ്, 1982 അഞ്ചേരി ബേബി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 9 പേർക്കെതിരെയായിരുന്നു പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. ഈ കുറ്റപത്രത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച വിഷയങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ 2012 മണക്കാട് വെച്ച് എം മണി നടത്തിയ വിവാദ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ വെടിവെച്ചു കൊന്നു തുടങ്ങിയ അദ്ദേഹത്തിന്റെ വിവാദമായ പരാമർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു പോലീസ് പിന്നീട് രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്തത്. അദ്ദേഹത്തിന്റെ ഈ തുറന്ന പറച്ചിൽ പ്രസംഗത്തെ തുടർന്ന് മൊഴിയായി തന്നെയാണ് പോലീസ് അന്ന് പരിഗണിക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. ആദ്യ കുറ്റപത്രത്തിൽ ഇല്ലാതിരുന്ന എം മണി ഉൾപ്പെടെയുള്ളവർ രണ്ടാമത്തെ കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ ഈ കേസിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അഞ്ചേരി ബേബിയെ ഒരു ഗൂഢാലോചനയുടെ ഫലമായാണ് കൊലപ്പെടുത്തിയതെന്നുള്ള വാദമാണ് രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്ത് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ അന്നത്തെ ഉടുമ്പൻചോല ഏരിയ സെക്രട്ടറി ആയിരുന്ന ഉടുമ്പൻചോല മുൻ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന PN മോഹൻദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനമായി ആണ് ഇത്തരത്തിൽ ഈ തെളിവ് ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. CPIMന്റെ ഉടുമ്പൻചോല മുൻ ലോക്കൽ സെക്രട്ടറി PN മോഹൻദാസ് ആണ് ഈ കേസിലെ നിർണായകമായ തെളിവായി കോടതിയിൽ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന KK ജയേന്ദ്രനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള മോഹൻദാസിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന KK ജയേന്ദ്രനും CITUവിന്റെ മുൻ ജില്ലാ സെക്രട്ടറിയായ AK ദാമോദരനെയും ഇപ്പോൾ കൂട്ടുപ്രതികളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും നിർണായകമായ വിധി ഇപ്പോൾ കൂട്ടുപ്രതികളാക്കിക്കൊണ്ടുള്ള വിധി കൂടി കോടതിയിൽ നിന്നും പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രജീഷ്. ലെസ്ലി, അതായത് മണക്കാട് 2012 നടത്തിയ പ്രസംഗം, ആ പ്രസംഗം തന്നെയാണ് ഈ കേസിൽ ഒരുപക്ഷെ ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ അണികളെ ആവേശം കൊള്ളിക്കാനായി നടത്തിയ അല്ലെങ്കിൽ ഒരു വാക്കുകൾ എന്ന തലത്തിലേക്കായിരുന്നു എം മണി അല്ലെങ്കിൽ പാർട്ടി അടക്കം പോയ വിശദീകരണമൊക്കെ തന്നെ ആ തരത്തിലായിരുന്നു. ഇവിടെ കോടതിയുടെ മുന്നിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ പ്രധാനമായും കോടതി ഒരു തെളിവായി അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ നിരത്തുന്ന വാദങ്ങളെ ഏത് അർത്ഥത്തിലാണ് കോടതി സമീപിക്കുന്നത്? ഇപ്പോൾ KK ജയചന്ദ്രൻ, ലെസ്ലി മടങ്ങിയെത്താം. KK ജയചന്ദ്രൻ ജില്ലാ സെക്രട്ടറി ചേരുന്നു. ജയചന്ദ്രൻ, വിധി താങ്കൾ കേട്ട് കാണും, എങ്ങനെ കാണുന്നു? കാരണം താങ്കളെ കൂടി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണം എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നത്. കോടതി വിധി എന്ന് പറയുന്നത് അതിന്റെ വിശദാംശം ഞാൻ കണ്ടില്ല. കണ്ടതിന് ശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ പറയാൻ കഴിയുള്ളൂ. എന്തായാലും കോടതിയുടെ വിധിക്ക് അപ്പീൽ കൊടുക്കും.
അതിനെതിരായ പുതിയ ഉപരിക്കോടതിയിൽ ചോദ്യം ചെയ്യും. മേൽക്കോടതിയിലേക്ക് ഒരുപക്ഷെ പോകേണ്ട ഒരു സാഹചര്യം തന്നെ വന്നിരിക്കുന്നു. ഇക്കാര്യത്തിൽ താങ്കൾ കോടതിയെ ഞങ്ങൾ സമീപിക്കും. ഇതിൽ നിരത്താൻ കഴിയുന്ന താങ്കൾക്കും അഭിഭാഷകർക്കും ഒക്കെ നിരത്താൻ കഴിയുന്ന കാരണങ്ങൾ, പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ഊന്നിപ്പറയുന്നു ഗൂഢാലോചനയിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു എന്ന് പ്രോസിക്യൂഷൻ ഊന്നിപ്പറയുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ ചുമ്മാ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയ ഒരു കാര്യം മാത്രമാണ്. അതില് ആ നിലയിൽ കേസ് വന്നിരിക്കുന്നതൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുവന്നിരിക്കുന്ന കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്നത് അതിനെ ആ രൂപത്തിൽ തന്നെ നേരിടും. അതായത് വിധിയുടെ പൂർണ്ണ രൂപം ലഭിച്ച ശേഷം ഉടൻ മേൽക്കോടതിയെ സമീപിക്കും. അതെ. ഇതൊരു രാഷ്ട്രീയ, കാരണം 2012 സമയത്ത് MM മണി നടത്തിയ ഒരു പ്രസംഗം, മണക്കാട് പ്രസംഗത്തെ തുടർന്നാണല്ലോ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അവിടെ ആ ഘട്ടത്തിലൊക്കെ തന്നെ രാഷ്ട്രീയമായി ഇക്കാര്യത്തിൽ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രസംഗത്തെ അടക്കം ദുരുപയോഗം ചെയ്തു എന്നാണ് നിങ്ങളുടെ നിലപാട്? അതെ, ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇക്കാര്യം കോടതിയെ ബോധിപ്പിക്കാൻ അല്ലെങ്കിൽ ബോധിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി എന്ന് തോന്നുന്നു? ഇപ്പം അതാണ് ഞാൻ പറഞ്ഞത്, കോടതി വിധിയിൽ എന്തൊക്കെയാണുള്ളത്, കോടതിയുടെ വിശദാംശം എന്താണ് എന്ന് നോക്കാതെ നമുക്ക് ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കോടതി പരാമർശത്തെ വിധിയെ സംബന്ധിച്ച് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോടതി വിധി വിശദാംശം പരിശോധിച്ചതിന് ശേഷമേ അത് സംബന്ധിച്ച് കൂടുതൽ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ എന്ന് പറയാൻ കാര്യം. എന്തായാലും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന വ്യക്തമായ വിവരമാണ് ശ്രീ ജയചന്ദ്രൻ പുറത്തേക്ക് വരുന്നത്. അത് ഞാൻ കേട്ടായിരുന്നു. അതിന് എതിരായിട്ട് ഞങ്ങൾ ഉപരിക്കോടതിയെ സമീപിക്കും. ഈ പാർട്ടി ഇക്കാര്യത്തെ എങ്ങനെയാണ് സമീപിക്കുന്നത്? രാഷ്ട്രീയമായി അത് എടുത്തിട്ടുള്ളൊരു കേസായതുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ ആ പ്രശ്നങ്ങളെ നേരിടും. ശരി, വ്യക്തമാണ്. KK ജയചന്ദ്രനാണ് നമ്മോട് പ്രതികരിച്ചത്. ലെസ്ലിയിലേക്ക് പോകുന്നു. ലെസ്ലി, കോടതിയിൽ നിന്നുള്ള പൂർണ്ണ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? പ്രതീക്ഷ, കോടതിയിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോഴത്തെ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതിയുടെ വിധി പുറത്തു വന്നതോടുകൂടി വൈദ്യുതി മന്ത്രിയായ എം എം മണി രണ്ടാം പ്രതിയും പ്രതി ചേർക്കപ്പെട്ട KK ജയേന്ദ്രൻ അഞ്ചാം പ്രതി സ്ഥാനത്തുമാണ് ഉള്ളത്. ആറാം പ്രതിയായി CITUവിന്റെ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ KK ദാമോദരനെ ആറാം പ്രതിയായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിധിയുടെ പൂർണ്ണമായ രൂപം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പ്രഥമ വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. KK ജയേന്ദ്രൻ ഉൾപ്പെടെയുള്ള 1, 5, 6 പ്രതികളായി 2 പ്രതികളെ കൂടി ഈ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വസ്തുത. ഒന്നാം പ്രതിയായ മന്മഥനും, രണ്ടാം പ്രതി MM മണിയും, മൂന്നാം പ്രതി പാമ്പുപാറ കുട്ടനും ഉൾപ്പെടെയുള്ളവർ അടക്കം കേസിൽ ഇപ്പോൾ 6 പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. എന്തായാലും കേസ് മുൻപോട്ട് പോകുക തന്നെ ചെയ്യും. ഇപ്പോൾ KK ജയേന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ ഉപരി കോടതികളെ സമീപിക്കാവുന്ന തരത്തിലുള്ള വിധി നിർണയം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ പ്രോസിക്യൂഷൻ നിരത്തിയ വാദങ്ങൾക്ക് എന്തുകൊണ്ട് പ്രതിഭാഗം ഒരുപക്ഷെ നടത്തിയ അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച ഘടകങ്ങൾ അത് ദുർബലാവസ്ഥയിലേക്ക് എത്തപ്പെട്ട ഒരു സാഹചര്യം എങ്ങനെ? പ്രതീക്ഷ, മണക്കാട് പ്രസംഗത്തെ തുടർന്നാണ് പുനരന്വേഷണം നടത്തുകയും കേസിൽ രണ്ടാം പ്രതിയായി MM മണിയെയും ഉൾപ്പെടുത്തുകയും ചെയ്തത്. KK ജയേന്ദ്രൻ, MM മണി എന്നിവർ ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CPM ഉടുമ്പൻചോല ലോക്കൽ സെക്രട്ടറി PN മോഹൻദാസിന്റെ മൊഴിയാണ് ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഇതേസമയം ഇത് സമാനമായ കേസിൽ, അതായത് വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ ഈ പ്രസംഗം പരിശോധിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രസംഗത്തിൽ കൊലപാതക കുറ്റം ചുമത്തേണ്ട ആവശ്യകത ഇല്ല എന്ന കോടതിയുടെ പരാമർശം അന്ന് നിലനിൽക്കുന്നു. ഈ പരാമർശം നിലനിൽക്കുകയാണ് പ്രസ്തുത പ്രസംഗവുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റൊരു കേസിൽ, പുനരന്വേഷണ കേസിൽ രണ്ടാം പ്രതിയായി വൈദ്യുതി മന്ത്രി MM മണിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അപ്പീൽ അവസ്ഥയിൽ അപ്പീൽ കോടതി ഏത് തരത്തിൽ ഇക്കാര്യം പരിഗണിക്കുമെന്നുള്ളത് നോക്കിക്കാണേണ്ട അവസ്ഥയുമാണ് പ്രതീക്ഷ. രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടായ ഒരു പ്രസംഗമായിരുന്നു അത്. ഇപ്പോൾ വിടുതൽ ഹർജി തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ ഇനി അതിന്റെ കൂടുതൽ അന്വേഷണ ദിശ അടക്കം പോകേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ KK ജയചന്ദ്രനെ കൂടി ഗൂഢാലോചന ഒരു പക്ഷേ പ്രോസിക്യൂഷൻ നിരത്തിയ സാഹചര്യത്തിൽ
എത്രത്തോളം ഗൗരവതരമായി തന്നെയാണ് ഇക്കാര്യത്തെ ഇടുക്കിയിലെ ജില്ലാ പാർട്ടി നേതൃത്വം അടക്കം കാണുന്നത്? പ്രതീക്ഷ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ CPM തുടക്കം മുതൽ ആരോപിക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ട്. മണക്കാട് പ്രസംഗം തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു പുനരന്വേഷണം ഈ കേസിൽ ഉണ്ടാകുന്നത്. രണ്ടാം പ്രതിയായി അത്തരത്തിൽ അന്ന് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്ന MM മണിയെ കേസിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന പുനരന്വേഷണത്തിലാണ് KK ജയേന്ദ്രനെയും ഒപ്പം തന്നെ ദാമോദരനെയും കൂട്ടുപ്രതികളായി ഗൂഢാലോചനയിൽ പങ്കുള്ള പ്രതികളായി കേസിൽ ഉൾപ്പെടുത്തുകയും ഇതനുസരിച്ചുള്ള കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഏറെ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് ഇത് എന്നാണ് CPIM തുടക്കം മുതൽ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നത്. അതിന് പ്രധാന കാരണം മുൻ ഉടുമ്പൻചോല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന മോഹൻദാസ് പിന്നീട് പാർട്ടി വിടുകയും ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിലേക്ക് ചേക്കേറുകയും ചെയ്തതിനു ശേഷമാണ് ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ആ മൊഴി വിശ്വസനീയമായി എടുക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ഒപ്പം തന്നെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രസംഗം സംബന്ധിച്ച കൊലക്കുറ്റം എടുക്കാൻ കഴിയില്ല എന്ന പരാമർശവും പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് S. ശ്രീകുമാർ കോടതിയിൽ വാദിക്കുകയുണ്ടായി. എന്നാൽ ഇതൊന്നും തന്നെ കോടതി പരിഗണിച്ചില്ല എന്നുള്ളതാണ് പുതിയ വിധിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മന്ത്രിസഭയിലേക്ക് MM മണി എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്ന കേസാണ്. ഈ കേസിലെ അന്തിമ വിധിയല്ല പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നില്ല. എന്നാൽ പാർട്ടി ഒറ്റക്കെട്ടായി ജില്ലയിൽ ഈ കേസിന് എതിരെയുള്ള പ്രതിഷേധ നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് CPM നേരത്തെ തന്നെ വ്യക്തമാക്കിയതും ആണ്. പ്രതീഷ്, ലെസ്ലി, കോടതിയിൽ നിന്നുള്ള പൂർണ്ണ വിശദാംശങ്ങൾ ലഭിച്ച ശേഷമായിരിക്കുമോ മേൽക്കോടതിയെ സമീപിക്കുക? എപ്പോഴായിരിക്കും? ഇത് സംബന്ധിച്ച് ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ടോ നേതൃത്വം? തീർച്ചയായും ഈ രാഷ്ട്രീയ പ്രേരിതമായ ഈ കേസ് സംബന്ധിച്ച് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ പ്രതിരോധിക്കണം എന്നുള്ളത് CPIM-ന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. MM മണി ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ജില്ലാ സെക്രട്ടറിയെ കേസിൽപ്പെടുത്തിയത് രാഷ്ട്രീയ പ്രേരിതമായ ഇല്ലായ്മ ചെയ്യാനാണെന്നുള്ള വാദം അന്ന് തന്നെ CPM തുറന്നു പറയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിധി ഒരു പ്രതികൂല വിധിയായി കണക്കാക്കില്ല. കാരണം നേരത്തെ തന്നെ എടുത്തിരുന്ന CPM ഈ കേസുമായി ബന്ധപ്പെട്ടെടുത്തിരുന്ന നിലപാട് തുടരുക തന്നെയായിരിക്കും ചെയ്യുക. എന്തായാലും കേസിൽ രണ്ടാം പ്രതിയായി MM മണിയും 5ാം പ്രതിയായി KK ജയേന്ദ്രനും 6ാം പ്രതിയായി AK ദാമോദരനും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കേസ് മുൻപോട്ട് പോകാനുള്ള വിധിയാണ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി VK ശ്രീദേവി പ്രസ്താവിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രതീഷ്, ലെസ്ലി, 88-ൽ കോടതി ഇവരെ വെറുതെ വിടുന്നു. അതിനുശേഷം ഹൈക്കോടതിയും ഇക്കാര്യം ശരിവെക്കുന്നു. പിന്നീട് 2012-ൽ MM മണി നടത്തിയ പ്രസംഗം, മണക്കാട് പ്രസംഗത്തെ തുടർന്നാണ് സാഹചര്യങ്ങൾ ഇത്ര നിയമതലത്തിലേക്കൊക്കെ എത്തുന്നത്. അന്നൊക്കെ നിരത്തിയ കാരണങ്ങൾ തന്നെ ആയിരുന്നുവോ പ്രതിഭാഗം കോടതിയിൽ 88-ൽ ഒക്കെ നടത്തിയ കാരണങ്ങൾ? അതിനപ്പുറത്തേക്ക് പ്രസംഗം സംബന്ധിച്ചൊക്കെ ഏത് രീതിയിലാണ് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞത്? പ്രോസിക്യൂഷൻ ഇക്കാര്യത്തെ എങ്ങനെ ഖണ്ഡിച്ചു? പ്രതീക്ഷ, ഏറ്റവും നിർണായകമായത് അഞ്ചേരി ബേബി വധക്കേസ് നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലഘട്ടമാണ്. CPM എന്ന പാർട്ടി ജില്ലാ രൂപീകരണത്തിന് മുമ്പ് ഉള്ള ജില്ലാ രൂപീകരണ ഘട്ടത്തിലായിരുന്നു അഞ്ചേരി ബേബിയുടെ കൊലപാതകം നടക്കുന്നത്. തോട്ടം മേഖലയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിരുന്ന കാലഘട്ടം, ഒരു സമര മുഖം തന്നെ തുറന്നിരുന്ന ഇടുക്കി തോട്ടം മേഖലയിലായിരുന്നു ഈ സംഭവം നടന്നത്. 1982-ൽ അഞ്ചേരി ബേബി കൊല്ലപ്പെടുമ്പോൾ വലിയ തോതിലുള്ള പ്രതിരോധത്തിൽ ആയിരുന്ന പാർട്ടി പ്രവർത്തന ശൈലിയായിരുന്നു CPM-നുണ്ടായിരുന്നത്. വലിയ തോതിൽ പണക്കാരിൽ നിന്നും വലിയ തോട്ടം മുതലാളിമാരിൽ നിന്നും വലിയ എതിർപ്പ് നേരിട്ട് പാർട്ടി വളരുന്ന ഘട്ടത്തിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. എന്നാൽ ഈ കൊലപാതകത്തിൽ അന്ന് CPM-ന്റെ പ്രവർത്തകനായിരുന്ന MM മണി ഉൾപ്പെടെയുള്ളവർ പങ്കുണ്ട് എന്ന് എങ്ങനെ തെളിയിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ സംശയകരമായി പ്രതിഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വെറുമൊരു പ്രസംഗത്തിന്റെ പേരിൽ 2012 മണക്കാട്
പാലക്കാട് എം.എം. മണി നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്ന് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുകയും ഇതിൽ സമർപ്പിച്ച കുറ്റപത്രവുമാണ് ഇന്ന് കോടതിയുടെ മുൻപിൽ ഉള്ളത്. ഈ കേസാണ് ഇപ്പോൾ വിധി പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഏതൊക്കെ തരത്തിലാണ് കുറ്റപത്രത്തിൽ ഇവർക്കുള്ള ബന്ധം എന്നുള്ളത് കോടതി ഇനി മേൽ വാദങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായി തന്നെ പ്രോസിക്യൂഷന് പറയേണ്ടി വരും. അപ്പോൾ മാത്രമായിരിക്കും ഏത് തരത്തിലാണ് ഈ കുറ്റപത്രത്തിൽ ഇവരെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യത്തിൽ നിശ്ചയമുണ്ടാവുകയുള്ളൂ. ആ പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു ലെസ്ലി? കാരണം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെയാണ് ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്താൻ കോടതി നിർദ്ദേശം നൽകുന്നത്. സാഹചര്യത്തിൽ പ്രതികരണങ്ങളൊക്കെ ജില്ലയിൽ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെ വരുന്നു? പ്രജേഷ്, നമ്മോട് തന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ CPM ജില്ലാ സെക്രട്ടറി കൂടിയായ KK ജയേന്ദ്രൻ വളരെ പ്രസക്തമായ വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു. വിധിപ്പകർപ്പ് കൂടുതൽ ലഭിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ പ്രതികരണത്തിന് പാർട്ടി ഔദ്യോഗികമായി നിലപാട് സ്വീകരിക്കുകയുള്ളൂ. എന്തായാലും വിധി വന്നതിനെ തുടർന്ന് മേൽക്കോടതിയെ സമീപിക്കുക എന്ന സ്വാഭാവിക നിയമ നടപടികൾ മാത്രമാണ് ഇനി മുൻപോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിയമ നടപടികളുമായി മുൻപോട്ട് പോകാനുള്ള തീരുമാനം CPIM കൈക്കൊണ്ടിട്ടുണ്ട്. അതാണ് KK ജയേന്ദ്രൻ അടക്കമുള്ള നേതാക്കളുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്നാൽ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രതികരണം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. പുതുതായി ചാർജ് എടുത്ത DCC പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ ഇടുക്കിയിൽ നിന്നുള്ള ഏക മന്ത്രി കൂടിയായ M.M. മണിയെ മന്ത്രിസ്ഥാനത്തിൽ നിന്നും രാജിവെച്ചൊഴിയണമെന്നുള്ള ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായാണ് ഇവർ ഇത് മുൻപോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ മുൻ MLA കൂടിയായ മുൻ MP കൂടിയായിരുന്ന PT തോമസും സമാനമായ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന തരത്തിലേക്ക് പ്രതികരണങ്ങളുമായി മുൻപോട്ട് വന്നിട്ടുണ്ട്. എന്തായാലും സാഹചര്യങ്ങളെല്ലാം തന്നെ മടങ്ങിയെത്താം. ഇപ്പോൾ M.M. മണി മന്ത്രി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ M.M. മണി, വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള കോടതി നിന്നുള്ള വിധി താങ്കൾ കേട്ട് കാണും, എങ്ങനെ പ്രതികരിക്കുന്നു? അതൊന്നും എനിക്ക് വലിയ പ്രശ്നമൊന്നുമല്ല. ആ കോടതിയല്ലേ ഇനി മോളി കോടതിയില്ലേ, അതുകൊണ്ട് അതിനൊന്നും വലിയ കാര്യമില്ല. നിയമപരമായി എല്ലാ മാർഗങ്ങളും ഈ കാര്യത്തിൽ നിയമപരമായി നോക്കും. ഇനി മോളി കോടതിയുണ്ട്, ആ കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിലൊന്നും എനിക്കിപ്പോ ജില്ലാ കോടതി എന്തെങ്കിലും വിധിച്ചു എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല. അത് ആ കോടതി കണ്ടത് അങ്ങനെ വിധിച്ചു. ഇതിന് മോളി കോടതി ഉണ്ടല്ലോ, ആ കോടതിയെ സമീപിക്കും, അത്ര തന്നെ. അതായത് താങ്കൾ നിയമപരമായി നേരിടും, വേറെ അല്ലാതില്ല. അധികാരത്തിന്റെ ഒന്നും ഉപയോഗിക്കാതെ നിയമപരമായിരിക്കും കേസിനെയൊക്കെ നേരിടാൻ പോകുന്നത്. ആ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. തൊടുപുഴ ജില്ലാ കോടതി ഒരു സെഷൻസ് കോടതി വിളിച്ചു. ആ കോടതി രാജ്യത്തെ കോടതിയിൽ താഴെ ഉള്ളൊരു കോടതിയാണ്. ഇനി മോളി കോടതികൾ കിടക്കുകയല്ലേ, നിയമപരമായതെല്ലാം കൈകാര്യം ചെയ്യും. അതായത് പാർട്ടി ഒറ്റക്കെട്ടായി ഇതിനെ രാഷ്ട്രീയമായ തന്നെ രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടും. നേരത്തെ എന്റെ കേസ് അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? വിടുതൽ ഹർജി എന്നെ ഒഴിവാക്കണമെന്നും പറഞ്ഞ് കൊടുത്ത കേസ് ഹർജി തള്ളിയെന്ന് പറഞ്ഞൊന്നും എനിക്ക് ഒരു ബേജാറും ഇല്ല. കോടതി ഇനിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അതുകൊണ്ട് നിയമപരമായി നേരിടും. അതിന് ഈ ഗവൺമെന്റിന്റെ ഒരു സഹായവും ഇല്ലാതെ തന്നെ നേരിടും. ഇപ്പൊ ഗവൺമെന്റിന്റെ സഹായം ഇല്ലാതെ തന്നെയാണ് അവിടെ ജില്ലാ കോടതി കേസ് ഞങ്ങൾ നടത്തി നോക്കിയത്, മനസ്സിലായില്ലേ? അതിന് ഗവൺമെന്റിന്റെ ഒന്നും ഒരു സഹായം വേണ്ട. ഒന്ന് പൊളിറ്റിക്കലായി നേരിടേണ്ടത് രാഷ്ട്രീയമായി നേരിടും, നിയമപരമായി നേരിടേണ്ടത് നിയമപരമായി നേരിടും. ആ കാര്യത്തിൽ യാതൊരുവിധ ചാഞ്ചല്യത്തിന്റെയും കാര്യമില്ല. കോടതിയുടെ അവസാന കോടതി അല്ലല്ലോ തൊടുപുഴ കോടതി, ഇനിയും രാജ്യത്ത് കോടതി കിടക്കുകയല്ലേ, അതാണ് എന്റെ നിലപാട്. അതായത് ശ്രീ M.M. മണി, ഒരു കാര്യം കൂടി, കാരണം ഇപ്പോൾ താങ്കൾ മന്ത്രിയാണ്, DCC നേതൃത്വം ആവശ്യപ്പെടുന്നത് താങ്കൾ രാജിവെക്കണമെന്നാണ്. കോടതിയുടെ വിധി ഒന്നും അതേപ്പറ്റി ഒന്നും ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. അത് ശരിയല്ലല്ലോ പറയുന്നത്. കോടതി വിധി കോടതി വിധി ഒരു കോടതി താഴെ ഒരു കോടതി വിളിച്ചു എന്നോർത്തൊന്നും എനിക്കൊരു ബേജാറുമില്ല. ഇനിയും കോടതികളില്ലേ. എപ്പോഴായിരിക്കും കോടതിയെ സമീപിക്കുക, മേൽക്കോടതിയെ? കേസിനെ മുമ്പ് മുതൽ ഞങ്ങൾ നേരിടുന്നതാണ്, ഇനിയും ഞങ്ങൾ നേരിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. എപ്പോഴായിരിക്കും കോടതിയെ സമീപിക്കുക എന്നതുകൊണ്ട് എന്റെ വിടുതൽ ഹർജി M.M. മണിയുടെ പ്രതികരണമാണ് കേട്ടത്. മേൽക്കോടതിയെ സമീപിക്കും, രാഷ്ട്രീയമായും നിയമപരമായും ഈ വിഷയത്തെ നേരിടുമെന്നും ഒറ്റക്കെട്ടായി തന്നെ പാർട്ടി നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് നേരത്തെ സ്വീകരിച്ച അതേ തലത്തിൽ തന്നെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി M.M. മണി വ്യക്തമാക്കി. M.M. മണി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിന്റെ ശബ്ദ സംപ്രേഷണത്തിലേക്ക്.
അഞ്ചേരി ബേബി വധക്കേസിൽ എം മണി നൽകിയ വിടുതൽ ഹർജി ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങളിലേക്ക് ഉടൻ മടങ്ങിയെത്താം. ശമ്പളം വൈകിപ്പിച്ചതിനെ തുടർന്ന് ഇടുക്കി ഹാരിസൺ മലയാളം മൂങ്കലാൽ തോട്ടത്തിൽ തൊഴിലാളികൾ നടത്തി വന്നിരുന്ന സമരം താൽക്കാലികമായി പിൻവലിച്ചു. ശമ്പളം കളക്ടറുടെ അക്കൗണ്ട് വഴി നൽകാൻ സർക്കാർ സംവിധാനം ഉള്ളപ്പോഴാണ് നോട്ട് നിരോധനത്തിന്റെ മറവിൽ കമ്പനി ശമ്പളം വൈകിപ്പിച്ചത്. ഹാരിസൺ മലയാളം കമ്പനിയുടെ മൂങ്കലാർ തോട്ടത്തിലെ മാനേജരെയാണ് തൊഴിലാളികൾ തുടർച്ചയായ രണ്ടാം ദിവസവും തടഞ്ഞുവെച്ചത്. തൊഴിലാളികൾക്ക് എല്ലാ മാസവും 14 നൽകിയിരുന്ന ശമ്പളം മുടങ്ങിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കറൻസി നിരോധനത്തെ തുടർന്ന് തോട്ടം തൊഴിലാളികൾക്കുള്ള ശമ്പളം ജില്ലാ കളക്ടർമാരുടെ അക്കൗണ്ട് വഴി നൽകാൻ സർക്കാർ സൗകര്യം ഒരുക്കിയിരുന്നുവെങ്കിലും ഇത് ഉപയോഗിക്കാതെയാണ് കമ്പനി ശമ്പളം വൈകിപ്പിക്കുന്നത്. ഉത്സവകാലങ്ങളിൽ തൊഴിലാളികൾക്ക് നൽകിയിരുന്ന അഡ്വാൻസ് തുകയും കമ്പനി ഇത്തവണ നൽകിയിട്ടില്ല. മാനേജ്മെന്റ് വളരെ ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരായിട്ടാണ് CITU, INTUC, HRP യൂണിയൻ, AITUC തുടങ്ങിയ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്തമായി ഇന്നലെ രാവിലെ മുതൽ രാപ്പകൽ സമരം എന്നുള്ള നിലയ്ക്ക് ഈ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിക്കുന്നത്. ഈ ധിക്കാരപരമായ സമീപനം തിരുത്തുവാൻ മാനേജ്മെന്റ് തയ്യാറാവണം. ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഈ തൊഴിലാളികളുടെ ജീവത്തായ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ആവശ്യമായ ഇടപെടൽ അടിയന്തരമായി നടത്തണമെന്ന്. മറ്റുള്ള ഞങ്ങൾക്ക് അരിയും സാധനവും വാങ്ങിച്ച് കഞ്ഞി കുടിക്കുന്നതോ വസ്ത്രങ്ങൾ വാങ്ങിക്കാനോ യാതൊരു നിവൃത്തിയില്ല. നാളത്തെ കഴിഞ്ഞ് ക്രിസ്മസ് ആണ്. ഞങ്ങളുടെ ആ ഫെസ്റ്റിവലിൻ്റെ ആവശ്യങ്ങൾ പോലും ഞങ്ങൾ മുടക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ വേണേൽ ഉത്സവമാണ്, അതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ മുടക്കി വെക്കാം. പക്ഷേ ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം മുടക്കി വെക്കാൻ പറ്റത്തില്ല. അവരെ ആ ഹോസ്റ്റലിൽ ഞങ്ങളുടെ കുട്ടികളെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കറൻസി നിരോധനത്തിന്റെ മറവിൽ കമ്പനി മനഃപൂർവ്വം ശമ്പളം വൈകിപ്പിക്കുകയാണെന്നാണ് തൊഴിലാളികളുടെ ആക്ഷേപം. 36 മണിക്കൂർ പിന്നിട്ട ഉപരോധ സമരം പീരുമേട് തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. 28-ന് മുമ്പ് കുടിശ്ശികയടക്കം ശമ്പളം നൽകാമെന്നാണ് കമ്പനി ഉറപ്പ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇപ്പോൾ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം നടത്തുന്നു. അതിലേക്ക് അല്ല, ഇത്തവണത്തെ ഇലക്ഷൻ സിസ്റ്റത്തിൽ അങ്ങനെ ഉണ്ടാകുന്ന ചില അപാകതകൾ പരിഹരിച്ചിട്ടാണ് ഇപ്പം. പോരെ, താങ്ക് യു. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. പാലക്കാട് കടപ്പാറയിലെ ആദിവാസികൾക്കുള്ള ഭൂമി വിതരണം അട്ടിമറിച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. മുൻ നെന്മാറ DFO നൽകിയ തെറ്റായ റിപ്പോർട്ടാണ് ഭൂമി വിതരണം അനിശ്ചിതത്വത്തിൽ ആക്കിയതെന്നാണ് ആക്ഷേപം. സംസ്ഥാന സർക്കാർ ഇടപെട്ട് ഭൂമി വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യവുമായി KD പ്രസന്നൻ MLA നേതൃത്വത്തിൽ 27-ന് നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. കടപ്പാറ മൂർത്തിക്കുന്ന് ആദിവാസി കോളനിയിലെ കുടുംബങ്ങൾക്ക് ഭൂമി വധിച്ചു നൽകാനുള്ള തീരുമാനം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് മുടങ്ങിയിരിക്കുന്നത്. ഭൂമിക്കായി കുടിൽ കെട്ടി സമരം തുടരുന്ന 22 കുടുംബങ്ങൾക്ക് 60 സെന്റ് വീതം ഭൂമി നൽകാനായിരുന്നു തീരുമാനം. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പട്ടികവർഗ, വനം, റവന്യൂ വകുപ്പ് അധികൃതരുടെ യോഗമാണ് നേരത്തെ ഭൂമി വിതരണത്തിന് തീരുമാനമെടുത്തത്. ഇതിനായി വനം, റവന്യൂ വകുപ്പുകളുടെ സംയുക്ത സർവേയും പൂർത്തിയായി. എന്നാൽ സ്ഥലം മാറിപ്പോയ നെന്മാറ DFO നൽകിയ റിപ്പോർട്ട് തീരുമാനം നടപ്പാക്കാൻ തടസ്സമായിരിക്കുന്നു. സമരഭൂമി സന്ദർശിച്ച ആലത്തൂർ MLA KD പ്രസേനൻ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് നടപ്പാക്കി ഭൂമി വിതരണം ഉടൻ ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിനായി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന DFO താൻ പോകുന്ന പോക്കിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ അറിയിക്കാതെ കൃത്രിമമായി ഈ രേഖകൾ ഉണ്ടാക്കി എന്ന കള്ള സാക്ഷ്യപത്രം തയ്യാറാക്കി നൽകിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രിമാരുടെ ഉപസമിതി യോഗം ആദിവാസികൾക്കുള്ള ഈ പട്ടയ വിതരണം നിർത്തിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. DFO നൽകിയ റിപ്പോർട്ട് തള്ളണമെന്നും ഭൂമി വിതരണം ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് ആദിവാസികൾ ഈ മാസം 27-ന് നെന്മാറ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ഇതിൽ പങ്കെടുക്കുമെന്നും സ്ഥല MLA KD പ്രസേനൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യ ഔട്ട്ലെറ്റുകൾ ബിവറേജ് കോർപ്പറേഷൻ മാറ്റി സ്ഥാപിക്കും. പാതയോരങ്ങളിലെ മദ്യവിൽപ്പനശാലകൾക്ക് സുപ്രീംകോടതി നിരോധനം ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നടപടി. വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, വിശദാംശങ്ങൾ. പ്രജീഷ്, സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 110 മദ്യവിൽപ്പനശാലകൾ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളാണ് ബീവറേജസ് കോർപ്പറേഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യപടിയായി പാലക്കാട് ജില്ലയിലെ കൊടുവായൂരിൽ പ്രവർത്തിക്കുന്ന ബെവ്കോ ഔട്ട്ലെറ്റ് എത്തന്നൂരിലേക്ക് കഴിഞ്ഞ ദിവസം മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞു.
ഈ മാസം വരുന്ന ഒരു മാസം കൊണ്ട് തന്നെ 110 മദ്യശാലകൾ, ദേശീയ സംസ്ഥാന പാതയോരത്തെ മദ്യശാലകൾ ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി സ്ഥലം കണ്ടെത്താനുള്ള നിർദ്ദേശം ബീവറേജ് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ താഴേക്കിടയിലേക്ക് നൽകി കഴിഞ്ഞു. ഇതിനോടൊപ്പം തന്നെ കൺസ്യൂമർ ഫെഡിന്റെ 36 ഔട്ട്ലെറ്റുകളും ഇത്തരത്തിൽ മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. EV നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അതിനുള്ള നടപടികളും ആരംഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും മാർച്ച് 31-നകം ഇത്തരത്തിൽ ദേശീയ സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന മദ്യശാലകൾ, ഔട്ട്ലെറ്റുകൾ എന്നിവ മാറ്റി സ്ഥാപിക്കണമെന്ന നിർദ്ദേശമാണ് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടികളിലേക്ക്, കോടതികളിലേക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ബീവറേജ് കോർപ്പറേഷൻ എടുത്തിരിക്കുന്ന നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ലതീഷ്, കാരണം സുപ്രീം കോടതി നിശ്ചയിച്ചിരിക്കുന്ന ആ സമയത്തിനുള്ളിൽ എന്തായാലും തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. പാലക്കാട് ജില്ല ഉൾപ്പെടെ നടപടികളിലേക്ക് പോകുന്നുണ്ടോ? തടസ്സം, കാരണം സ്ഥലം ഏറ്റെടുക്കൽ ഉണ്ട്, ഈ പറയുന്ന ദൂരപരിധി, ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള അതൊരു വലിയൊരു വെല്ലുവിളിയായിട്ടാണോ കാണുന്നത്? തീർച്ചയായും അതൊരു വെല്ലുവിളി തന്നെയാവും. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, മദ്യശാലകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിൽ നിന്ന് 500 മീറ്റർ ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്കും മറ്റും ഇത് കൊണ്ടുവച്ച് സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ അവിടെ നിന്നുള്ള എതിർപ്പ് വരുന്നത് സ്വാഭാവികമാണ്. അത് ഏത് തരത്തിൽ പരിഹരിക്കാമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബീവറേജ് കോർപ്പറേഷൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് പരമാവധി വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഈ സ്ഥാപനങ്ങൾ മാറ്റി സ്ഥാപിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ താഴെത്തട്ടിലേക്ക് നൽകിയിരിക്കുന്നത്. ലതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. വ്രതശുദ്ധിയുടെ 41 ദിവസത്തിന് പരിസമാപ്തി കുറിച്ച് ശബരിമല മണ്ഡലപൂജയ്ക്കായി ഒരുങ്ങി. 25-ന് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധനയും 26-ന് മണ്ഡലപൂജയും നടക്കും. ഉച്ചയ്ക്ക് 12:12-നും 12:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് മണ്ഡലപൂജ.